വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒന്നും നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല. പക്ഷേ വരാനിരിക്കുന്ന നമ്മുടെ ആനുവൽ എക്സാമില് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ഞാൻ ഈ ABC എന്നിങ്ങനെ 3 ഓപ്ഷൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഈ ഒരു ടൈപ്പ് നമ്മളോട് ചോദിക്കുക. ABC ഉണ്ടാവും ഇതില്. അപ്പൊ ഇതെങ്ങനെയേ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഭയങ്കര സിമ്പിൾ ആണ്. ആ ഒരു ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും ഇതിന്ന് മാത്രം ചോദ്യം വന്നാൽ മതി എന്ന് നിങ്ങൾ ആലോചിക്കും. അപ്പൊ അങ്ങനെ ഒരു ചോദ്യമാണ് നമുക്ക് നോക്കാം. A flower pot of mass 20 kg is placed on the sunshade at a height of 5 meter. ഒരു വീടിന്റെ സൺഷെയ്ഡില് 5 മീറ്റർ വരുമുള്ള സൺഷെയ്ഡില് ഒരു ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചെടിച്ചട്ടികൾ വെക്കാറില്ല, അതുപോലെ ആരോ ഒരാളെ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചെടിച്ചട്ടിക്ക് 20 കിലോ മാസ് ഉണ്ട്. ആ സൺഷെയ്ഡിന്റെ ഉയരം 5 മീറ്റർ ആണ്. ജി നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ജി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സ്വാഭാവികമായിട്ടും ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനായിരിക്കും. വളരെ സിമ്പിൾ ആണ്. പൊട്ടൻഷ്യൽ എനർജി EP എന്നാണല്ലേ നമ്മൾ കൊടുക്കുക. EP സമം mgh ആണ് അല്ലെ. അപ്പൊ M എന്ന് പറയുമ്പോൾ 20 ആണ്, G എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 ആണ് തന്നിട്ടുണ്ട്, H എന്ന് പറയുമ്പോൾ 5. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ 20 × 10 200, 200 × 5 നമുക്ക് 1000 എന്ന് കിട്ടും. 1000 ജൂൾ ആണ്. ബിക്കോസ് ജൂൾ ആണ് എനർജിയുടെ യൂണിറ്റ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ക്വസ്റ്റ്യൻ A എന്ന് പറയുന്നത്. ഇനി നമ്മൾ B പാർട്ടിലേക്ക് പോവാണ്. നോക്കിക്കോ, പൂച്ചട്ടി താഴേക്ക് വീഴുമ്പോൾ ഈ പൂച്ചട്ടി താഴേക്ക് വീഴാണ്. അപ്പോൾ ഈ തറയിൽ തൊടുന്നതിന് തൊട്ട് മുന്നേയുള്ള അതിന്റെ ഗതികോർജം കൈനറ്റിക് എനർജി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ മിസ് നമ്മുടെ കയ്യിൽ ഒരു സൂപ്പർ ഇക്വേഷൻ ഇല്ലേ? അതായത് EK = ½ mv². സിമ്പിൾ ആണ് അല്ലെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് മക്കളെ. നിങ്ങളൊന്ന് നോക്കിക്കോ, M നമ്മുടെ കയ്യിലുണ്ട്, ശരിയാണ്. പക്ഷെ V നമുക്ക് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല. V നമുക്ക് തന്നിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കും? അതിനാണ് നമ്മളുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന, അതായത് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ V തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക് അനുസരിച്ച് ഒരിക്കലും ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനേ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് നമ്മളുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അത് പഠിക്കാൻ ഞാൻ ഒരു ചെറിയൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ തെങ്ങിൽ എന്തുണ്ട്? ഒരു തേങ്ങയുണ്ട് അല്ലെ. നോക്കൂ, തേങ്ങയുണ്ട്, സൂപ്പർ ആയിട്ടുള്ള ഒരു പച്ച തേങ്ങയുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ മുകളിൽ അല്ലെ, തെങ്ങിന്റെ മുകളിൽ ഈ തേങ്ങ ഇരിക്കുമ്പോൾ, അപ്പൊ അതാണ് മുകളിൽ എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത്. തെങ്ങില് ഈ മുകളിൽ ഈ തേങ്ങ ഇരിക്കുമ്പോൾ തേങ്ങയ്ക്ക് എന്ത് എനർജിയാണുള്ളത്? തേങ്ങ അനങ്ങാതെ തെങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ തേങ്ങയ്ക്കുള്ള എനർജി നമുക്കറിയാം. ഏത് എനർജിയാണ്? പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലെ. പൊട്ടൻഷ്യൽ എനർജി തന്നെ മാക്സിമം ആയിട്ടായിരിക്കും ഉണ്ടാവുക. മാക്സിമം ആയിരിക്കും. ഞാനൊരു 100 എന്ന് കൊടുക്കാറുണ്ട്. 100 അതിന്റെ മാക്സിമം എങ്കിൽ 100 ജൂൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ സമയത്ത് അതിന്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? അത് അനങ്ങുന്നില്ല. ഒരു വസ്തു അനങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴാണ് അതിന് എന്ത് എനർജി ഉണ്ടാവുക? കൈനറ്റിക് എനർജി ഉണ്ടാവുക. ഇവിടെ അത് മൂവ് ചെയ്യപ്പെട്ട് അത് ഒന്നും ചെയ്യുന്നില്ല അല്ലെ. അതിന് കൈനറ്റിക് എനർജി ഇല്ല. നമുക്ക് പറയാം അവിടെയുള്ള കൈനറ്റിക് എനർജി വട്ടപൂജ്യമാണെന്ന്. ഓക്കെ, റെഡി. ഇനി നമ്മുടെ തേങ്ങ എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന തേങ്ങ താഴേക്ക് വീഴണം. അപ്പൊ താഴേക്ക് വീഴുമ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ താഴേക്ക് വീഴുമ്പോൾ അത് മൂവ് ചെയ്യാൻ തുടങ്ങും, ചലിക്കാൻ തുടങ്ങും. തുടക്കത്തിൽ അതിന്റെ വെലോസിറ്റി കുറവായിരിക്കും. ഇങ്ങനെ താഴേക്ക് വരുന്ന ഒരു സ്പീഡ് കൂടി 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 വരും അല്ലെ. അപ്പോ നമുക്ക് അതിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കുറിച്ച് ഒന്ന് പഠിക്കാം. അപ്പൊ തറയിൽ തൊടുന്നതിന് തൊട്ട് മുന്നേ, അപ്പൊ തറയിൽ തൊട്ടിട്ടില്ല കേട്ടോ. അപ്പൊ തറയിൽ തൊടുന്നതിന് തൊട്ട് മുന്നേയുള്ള അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. തൊട്ടില്ല ആ ഒരു പൊസിഷൻ അല്ല. ആ സമയത്ത് ഇതിന്റെ സ്പീഡ് മാക്സിമം ആയിരിക്കും. അതായത് അതിന്റെ സ്പീഡ് മാക്സിമം. അപ്പൊ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും. മാക്സിമം അല്ലെ. മാക്സിമം എന്ന് പറയുമ്പോൾ നമ്മൾ 100 ജൂൾ എന്നാ പറയാ കേട്ടോ. മാക്സിമത്തിൽ നമ്മൾ 100 ജൂൾ എന്നാണ് ജൂൾ എനർജിക്ക് കൊടുക്കുന്നത് ഇപ്പോ കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ? ഇത് ഭൂമിയുമായിട്ട് തൊട്ടില്ല. അതായത് 0, അത് ഏകദേശം ഒരു 0 ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോഴുള്ള അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 0 അതിന്റെ പൊട്ടൻഷ്യൽ എനർജി പോയിട്ട് ഒരു സാധനവും ഇല്ല അല്ലെ. അതിന് 0 പൊട്ടൻഷ്യൽ എനർജി സ്ഥിതികോർജമാണെന്ന് നമുക്കറിയാം. ഓക്കെ, റെഡി. അതായത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം.
ഇപ്പോ മുകളിലിരിക്കുമ്പോൾ ആ തേങ്ങയുടെ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിന് 100 അതിനുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് താഴേക്ക് വീഴ്ത്തുമ്പോൾ അതിന്റെ ഹൈറ്റ് കുറഞ്ഞു വരും. ഹൈറ്റ് കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും. അപ്പൊ അത് 99 ആകുന്നു, 98, 97, അങ്ങനെ കുറഞ്ഞു നടുവിലെത്തുമ്പോൾ ഒരു 50, അങ്ങനെ കുറഞ്ഞു താഴേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ ഹൈറ്റ് 0 അപ്പൊ താഴെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ടുണ്ടാകും, 0 കാരണം അവിടെയുള്ള ഹൈറ്റ് എന്താണ്, 0 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകളില് ഈ തേങ്ങയ്ക്ക് എന്താണ്, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ് അല്ലെ. പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ആ സമയത്ത് അതിന് കൈനറ്റിക് എനർജി ഉണ്ടോ, ഇല്ല. അതിന്റെ കൈനറ്റിക് എനർജി 0 അല്ലെ. കൈനറ്റിക് എനർജി 0 അല്ലെ. ഇനി തേങ്ങ താഴേക്ക് വീഴുന്തോറും എന്ത് ചെയ്യും, അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കിട്ടി തുടങ്ങും. അപ്പോൾ കൈനറ്റിക് എനർജി ഇങ്ങനെ കൂടും അല്ലെ. അതേസമയം പൊട്ടൻഷ്യൽ എനർജി 99 ആകുന്നു, കൈനറ്റിക് എനർജി 1 ആകുന്നു. ഇനി അടുത്തത് സ്പീഡ് ഇങ്ങനെ കൂടി വരുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ 2, 3 താഴേക്ക് വരുന്നവർ കൈനറ്റിക് എനർജി കൂടി വരും. പക്ഷെ പൊട്ടൻഷ്യൽ എനർജിന്റെ കേസിൽ എന്താ, ഹൈറ്റ് കുറഞ്ഞു പോവാണ്. ഹൈറ്റ് കുറയുമ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞു അല്ലെ. പൊട്ടൻഷ്യൽ എനർജി കുറയുന്നു, എന്നാൽ താഴേക്ക് വരുന്നതോറും വെലോസിറ്റി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടി വരുന്നു അല്ലെ. ഇനി എല്ലാ സമയത്തും നമ്മൾ ടോട്ടൽ എടുത്ത് നോക്കൂ. ടോട്ടൽ എടുക്കുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെയാണ് ടോട്ടൽ എനർജി നമ്മൾ കൊടുക്കുക. അപ്പൊ എല്ലാ സമയത്തും 0 + 100 കൊടുക്കുമ്പോൾ 100 ജൂൾ. അടുത്ത സമയം 199, അപ്പൊ ടോട്ടൽ എടുക്കുമ്പോൾ 100 ജൂൾ. അപ്പൊ എല്ലാ സമയത്തും ടോട്ടൽ എടുക്കുമ്പോൾ എത്രയാണ്, 100 കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ, മുകളില് പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു തേങ്ങയ്ക്ക് ഉണ്ടായിരുന്നത്, എന്നാൽ താഴെ എത്തിയപ്പോൾ അത് കംപ്ലീറ്റ്ലി അതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. അതായത് കൈനറ്റിക് എനർജി താഴേക്ക് വരുന്നവർ കൂടി അല്ലെ. 50, 90 അല്ലെ, 50 ആകുന്നു, 51, 52, അങ്ങനെ കൂടി 98, 99, ലാസ്റ്റ് എത്തുമ്പോൾ അത് 100 ആയിട്ടുണ്ടാവും. എന്നാൽ പൊട്ടൻഷ്യൽ എനർജിന്റെ അവസ്ഥ എന്താ, താഴെ എത്തുമ്പോഴേക്കും ഹൈറ്റ് കുറഞ്ഞ് അത് 0 ആയിട്ടുണ്ടാവും. പക്ഷെ ഏതൊരു പോയിന്റിലും നിങ്ങൾ ടോട്ടൽ എടുക്കുമ്പോൾ അത് 100 ജൂൾ തന്നെയായിരിക്കും. ദിസ് ഈസ് ഓൾ അബൌട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം. അതായത് എനർജിയെ അല്ലെങ്കിൽ ഊർജത്തെ നമുക്ക് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അതായത് മുകളിലുള്ള ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് താഴെ എത്തിയപ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റാൻ കഴിഞ്ഞു. എന്നാൽ എവിടെയും നമ്മൾ എനർജിനെ എന്തായിട്ടില്ല, നശിപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലെ. അതായത് എല്ലായിടത്തും എനർജിയെ നമ്മൾ കൺസേർവ് ചെയ്തിട്ടുണ്ട്, സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ടോട്ടൽ നോക്കുന്നു, എല്ലായിടത്തും സെയിം ആണ്. എനർജിനെ നമ്മൾ എവിടെയും അല്ലെ, നമ്മൾ എവിടെയും കളഞ്ഞിട്ടില്ല, ഒന്നുമില്ല. കാരണം എല്ലായിടത്തും ടോട്ടൽ എനർജി, ഇവിടെ 100, ഇവിടെ 100, ഏതൊരു പോയിന്റ് എടുത്താലും 100. പക്ഷേ പ്രശ്നം എന്താണ് സംഭവിച്ചത്, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി താഴെ എത്തിയപ്പോഴേക്കും കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. ദിസ് ഇസ് ഓൾ അബൌട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജിയെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ നമുക്ക് എനർജിനെ നമ്മൾ നശിപ്പിക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. എനർജിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. ഓക്കെ ഇതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഓപ്ഷൻ അല്ലാത്ത നമ്മളുടെ ക്വസ്റ്റ്യൻ ബിയിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, പൂച്ചട്ടി താഴേക്ക് വീഴുമ്പോൾ തറയിൽ തൊടുന്നതിന് തൊട്ടു മുന്നേയുള്ള കൈനറ്റിക് എനർജി എന്താണ്? നമ്മളുടെ ഒരു ലോജിക് അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ½ mv² വെച്ചിട്ട് ചെയ്തു നോക്കും അല്ലെ. പക്ഷെ ഇവിടെ ½ mv² ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഇവിടെ വെലോസിറ്റി തന്നിട്ടില്ല. പക്ഷേ വി ക്യാൻ യൂസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമപ്രകാരം നമുക്കറിയാം ഈ പൂച്ചട്ടി ഈ വീടിന്റെ മുകളിലായിരുന്നു നിന്നിരുന്നത് അല്ലെ. മുകളിലായിരുന്നു. താഴേക്ക് എത്തിയപ്പോൾ എന്തായി, അതിന്റെ ഹൈറ്റ് കുറഞ്ഞു. നിലത്തെത്തിയപ്പോൾ എന്ത് ചെയ്തു, അതിന്റെ ഹൈറ്റ് കുറഞ്ഞു. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയി. പക്ഷെ പൂച്ചട്ടി താഴേക്ക് ചാടുന്നോറും അതിന്റെ വെലോസിറ്റി കൂടി വരും. വെലോസിറ്റി കൂടുമ്പോൾ കൈനറ്റിക് എനർജി എന്താകും, മാക്സിമം ആവും അല്ലെ. അപ്പൊ മുകളിലുള്ള പൊട്ടൻഷ്യൽ എനർജി താഴേക്ക് എത്തിയപ്പോൾ കൈനറ്റിക് എനർജി ആയിട്ട് മാറി. മുകളിലെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് 1000 ആണ് കിട്ടിയത്. അപ്പൊ താഴേക്ക് എത്തുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി 1000 ആയിട്ട് മാറിയിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അതാണ് കൈനറ്റിക് എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് നിങ്ങൾക്ക് ചെയ്യാം, അത് 1000 ജൂൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 2 മാർക്ക് ആണെങ്കിൽ ഇതിന് നിങ്ങളുടെ ചോദിക്കുക 1 മാർക്കിനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ടാണ് 1 മാർക്കിന് ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. താഴേക്ക് പതിക്കുമ്പോഴുള്ള ഊർജ്ജ മാറ്റം എഴുതുക. വളരെ സിമ്പിൾ ആണ്. മുകളിലെ പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു, താഴേക്ക് എത്തിയപ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ സ്ഥിതികോർജം ഗതികോർജമായിട്ട് മാറി എന്ന് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇനി ഇതേപോലത്തെ അടുത്ത ചോദ്യമാണ് നോക്കുക.
സ്ഥിതികോർജവും ഗതികോർജവും ചേർന്നതാണ് യാന്ത്രികോർജം. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നോക്കൂ, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്റ്റോൺ ഓഫ് മാസ് 1 kilogram കെപ്റ്റ് ഓൺ ദ ടെറസ് ഓഫ് എ ബിൽഡിംഗ് 12 meter ഹൈറ്റ്. അല്ലെ, അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, MGH ചെയ്തിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അല്ലെ, അപ്പൊ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 1 kilo ആണ്. പിന്നെന്താണ്, G നമുക്കറിയാം 10 ആണ് തന്നിരിക്കുന്നത്. ഹൈറ്റ് എത്രയാണെടാ, 12 ആണ്. അല്ലെ, അപ്പോൾ M 1 into 10 into 12 അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 120 എന്ന് നമുക്ക് 120 ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അല്ലെ, 120 ജൂൾ. വളരെ സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടെറസ് ആൻഡ് വാട്ട് വിൽ ബി ഇറ്റ്സ് ടോട്ടൽ എനർജി ജസ്റ്റ് ബിഫോർ ടച്ചസ് ദ ഗ്രൗണ്ട്. അല്ലെ, അതായത് നമ്മൾ ഈ ഒരു കല്ലിനെ താഴേക്ക് ഇടുകയാണെങ്കിൽ താഴേക്ക് തടുന്നതിന് ആ ഒരു അല്ലെ തൊടുമ്പോഴുള്ള അതിന്റെ ടോട്ടൽ എനർജി എത്ര, ഒരു ഡൗട്ടും വേണ്ട. മുകളിൽ എത്രയാണ് അതിന് എനർജി ഉള്ളത്, മുകളിൽ 120 ജൂളാണുള്ളത്. നമുക്കറിയാം മുകളിലുള്ള പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണ് അതിന് 120 ജൂൾ എന്ന് കിട്ടിയിട്ടുള്ളത്. അല്ലെ, അതായത് അതിന്റെ ടോട്ടൽ എനർജിയാണ്. അല്ലെ, മുകളിൽ ആ കല്ല് നിൽക്കുമ്പോൾ കല്ല് അനങ്ങുന്നില്ല, അതായത് അതിന് കൈനറ്റിക് എനർജി 0 ഹൈറ്റ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് ആ സമയത്ത് അതിനുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് താഴേക്ക് വീഴുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി എന്താകും, 0 ആയിട്ടുണ്ടാവും. പക്ഷെ കൈനറ്റിക് എനർജി അതിന് മാക്സിമം ആയിട്ടുണ്ടാവും, അതായത് 120 ജൂൾ. അപ്പൊ ടോട്ടൽ എടുക്കുമ്പോൾ 120 ജൂൾ എന്ന് നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ദ ലോ ദാറ്റ് ഹെൽപ്പ് യു ടു ഗെറ്റ് ദിസ് ആൻസർ. ഇതിനെ നിങ്ങളെ കണ്ടെത്താൻ സഹായിച്ച് നിയമം എഴുതുക. നിയമം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഏതാണ് ആ നിയമത്തിന്റെ പേരെന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇതുപോലെയുള്ള ചോദ്യങ്ങളുമായിട്ട് വീണ്ടും വരാം. അപ്പൊ ടെൻഷൻ ആവണ്ട, ഇതൊക്കെ കണ്ടിട്ട് ബോധം കെടൊന്നും വേണ്ട. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.